നമുക്കിനി ഒളിച്ചും പാത്തും കളിക്കാം. ഇവിടെ ഈ ഒളിക്കാനായി മരം ഒരെണ്ണം പോലും ഇല്ല. പിന്നെ അങ്ങനെ ഇവിടെ ഒളിച്ചും പാത്തും കളിക്കുന്നേ? എടി നമുക്ക് ആ മഴയുടെ മുട്ടിലങ്ങനെ പോയി ഒളിച്ചാലോ? ചേച്ചി എനിക്ക് പേടിയാന്ന്. ചേച്ചി മഴ വരുന്നു. മഴ എനിക്ക് പേടിയാ. മഴ പേടിയെങ്കിൽ നീ വീട്ടിൽ പോയി ഞങ്ങൾ കളിച്ചോളാം. ശരിയാണ് കുട്ടവൻ പറഞ്ഞത്. നല്ല മഴ വരുന്നുണ്ടല്ലോ. മഴയത്ത് നമ്മൾ അങ്ങനെ കളിക്കും. ഇവിടെ ആണെങ്കിൽ ഒതുങ്ങി കൂടാണെങ്കിൽ സ്ഥലമൊന്നും ഇല്ല. നമ്മുടെ തലയെല്ലാം നനഞ്ഞു കുഴയും. ശരിയാ, കൊട എണ്ണ എടുക്കണ്ടായിരുന്നു. രസമല്ലേ മഴ നനയാൻ? എനിക്ക് വലിയ ഇഷ്ടം മഴ നനയാന്. നിന്റെ അമ്മ മഴ കുറയത്തിലായിരിക്കും. ഞങ്ങളുടെ അമ്മമാരൊക്കെ മഴ കുറയും. അതോ ഞങ്ങൾക്ക് പേടി. ഇതാ കിടക്കുന്നു. ആഹാ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായോ? അയ്യോ, മഴ ചാർ തുടങ്ങി. നല്ല മഴ. മഴ മഴ കുട കുട മഴ വന്ന പോപ്പി കുട. പെട്ടെന്ന് മഴ പെയ്താൽ മതി. മഴ മഴ പെയ്യും മഴ പെയ്യും. നിനക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. മഴ പെയ്യും മഴ പെയ്യുന്നു. പനി പിടിക്കുമ്പോൾ ഇങ്ങനെ പറയണം കേട്ടോ. ഓടിക്കളി, മഴ കൂടുന്നു. വീടെത്തി. എനിക്ക് ഇങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് പരിപാടി. വാ, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വാ. നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് താമസമാകും. പിന്നെ മഴ എങ്ങനെ പെയ്തോണ്ടിരിക്കും. ഇടിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കയറി വാ. അമ്മേ, കുട്ടും നിങ്ങളും കൂടെ ആമ്പടിയോടൊക്കെ കളിക്കാൻ പോയിക്കോ. എന്റെ ദൈവം, എനിക്ക് പെയ്യുന്നത് നല്ല മഴ പെയ്യുന്നു. മഴക്കോളം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നിന്നോട് പിള്ളേരെ കളിക്കാൻ വിടല്ലേന്ന്. അവരിപ്പോ പെട്ടെന്ന് ഓടി വരാൻ തന്നെ പോയത്. ഇത്ര താമസിക്കുന്നത് ഞാൻ അറിഞ്ഞോ? മഴ വരെ പിള്ളേരോട് നിൽക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ദൈവം എല്ലാരും കൂടെ 4 പേരുണ്ടല്ലോ. പിള്ളേർ മൊത്തം നനഞ്ഞു കുഴഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലയോ? പനി പിടിപ്പിക്കുക ഇതുപോലെ. എന്തിനാ പിള്ളേരെ മഴയത്ത് നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്? ഇവരെന്ന് പറയണ്ട, പാറക്കുട്ടിയെ സമ്മതിക്കാഞ്ഞത്. എന്തൊന്നും സമ്മതിച്ചില്ല. നമ്മൾ അപ്പൊ തന്നെ പോകുന്നല്ലോ. മഴ വരുന്നു നിങ്ങൾ പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേ മഴ നനഞ്ഞു നിൽക്കാന്ന്. അപ്പൊ നിങ്ങൾ പറഞ്ഞു പെട്ടെന്ന് പോരാൻ പറഞ്ഞ അപ്പൊ തന്നെ നമ്മള് പോകുന്നില്ലേ? പിന്നെ എല്ലാം നിന്നൊന്നുമില്ലല്ലോ അവിടെ. എല്ലാരും നനഞ്ഞു കുതിർന്ന് നിൽക്കുമല്ലോ. ഡ്രസ്സ് മാറെല്ലാരും പോയി. ഇനി വേണ്ട, അമ്മയും പാറക്കുട്ടിയും കൂടെ ഏത് ഡ്രസ്സ് ഇടും? ഇങ്ങനെ ഡ്രസ്സ് എടുത്തിട്ട് നിങ്ങള് പാറക്കുട്ടി അല്ലെങ്കിൽ പിന്നെ കുട്ടുവിന്റെ ഡ്രസ്സ് എടുത്തിട്ട് അങ്ങോട്ട് മാറി നിൽക്കുക. കുട്ടു, നിന്റെ ദേഹം എന്നെ നനഞ്ഞിരിക്കും. എന്റെ ദേഹം കൂടെ നനയ്ക്കല്ലേ? പിള്ളേർ ഇടിവെട്ടുന്നുണ്ടോ? നനഞ്ഞ ഡ്രസ്സ് ഇട്ടോണ്ടിരിക്കുന്നത്. പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറാന്. പിള്ളേർക്ക് പറഞ്ഞ അനുസരണ ഉണ്ടോ അമ്മ? ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാത്തിനും ഇനി ചൂരൽ കഷായം വേണ്ടി വരും. നിങ്ങളെല്ലാരും അവിടെ നിന്നോ. ഞാനെങ്കിലും ഡ്രസ്സ് എനിക്ക് അലമാരി എടുത്ത് തരാം കേട്ടോ. എടാ കുട്ടുമ്പോ നിന്റെ പേടി ഇതുവരെ മാറിയില്ലേടാ? ചേച്ചി എപ്പോഴും ഇടിവെട്ടെന്ന് അറിയത്തില്ലല്ലോ. എടാ പേടിത്തോണ്ട് നമ്മളിപ്പോ അകത്തല്ലേ നിൽക്കുന്നേ. നീ എന്താ പേടിക്കുന്നേ? എനിക്ക് എവിടെ ഇടി പേടിയാ. എനിക്ക് ഇങ്ങനെ ഡ്രസ്സ് എടുത്തിട്ട് വാങ്ങിയപ്പം തണുത്ത് വിറയ്ക്കുന്നു. പല്ല ഈ കൂട്ടി അടിക്കുന്ന എനിക്ക്. എന്റെ എനിക്ക് ചാക്കോല ഡ്രസ്സാ ഞാൻ ഇട്ടേക്കുന്നേ. അത് നനഞ്ഞു കുഴഞ്ഞിരിക്കുക. ശരിയാണ്, കുട്ടുമ്പന്റെ ചാക്കു പോലത്തെ ഡ്രസ്സ് ആയതുകൊണ്ട് മൊത്തം വെള്ളം അതിനകത്ത്. എല്ലാവർക്കും ഡ്രസ്സ് ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. അയ്യോ, കുട്ടുമ്പന്റെ വീണേ. നമ്മുടെ ദേഹത്തൊന്ന് വെള്ളം ടൈൽസ് വീണ് കിടപ്പുണ്ടായിരുന്നു. അവൻ ചർക്കി വീണത് അങ്ങനെ. എന്തോ നോക്കിയാണ് നടക്കുന്നത്. എന്റെ കാലിലോട്ടാ വന്ന് വീണത്. നീ വേണ്ടേക്ക് കുട്ടു, എന്തെങ്കിലും പറ്റിയാണോ നിനക്ക്? കൈ ഇടിച്ചാ വീണ. കൈ വേദന എടുക്കുന്നു. എന്തായാലും ഡ്രസ്സ് മാറാം. ഡ്രസ്സ് മാറിയിട്ട് എന്തൊരു ആശ്വാസം. എനിക്ക് ചേർന്നുണ്ടോ നിന്റെ ഡ്രസ്സ്? ഇത് എനിക്ക് 2 വർഷം മുമ്പുള്ള ഡ്രസ്സാണ്. എനിക്കതെങ്കിൽ ചെറുതായിരുന്നു. അതാണ് എനിക്ക് തന്നത്. ഇപ്പൊ ഇതെന്താ നീ ഡ്രസ്സ് മാറിയില്ലേ? എങ്ങനെ മാറാനാ? ഒറ്റൊന്നും എനിക്ക് പാകമാവുന്നില്ല. ഒരെണ്ണം ആണെങ്കിൽ ലോഹ പോലെ നടക്കുന്നു. ഒരെണ്ണം ആണെങ്കിൽ ഭയങ്കര ടൈറ്റ്. എടി ലോഹ പോലെ നടക്കുന്ന കുഴപ്പമില്ല. ചേച്ചി ലൂസ് ആയെന്ന് പറഞ്ഞെന്താ? നീ അതെടുത്തിട്ട് നനഞ്ഞൊന്നും അണത്തിരിക്കുമല്ലയോ? വേണ്ട, എനിക്ക് വേണ്ട ഡ്രസ്സ്. നിനക്ക് വേണമെങ്കിൽ നീ ഇടണ്ട. നിനക്കിപ്പം ഡ്രസ്സ് ഇട്ട് തയ്ച്ചിടാൻ പറ്റും വേറെ. എനിക്കെന്തെങ്കിലും തണുപ്പ് കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല. മഴ നനയാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. എനിക്കങ്ങനെ തണുപ്പ് പ്രശ്നമൊന്നുമില്ല. അതാരാ പാട്ട് പാടിയത്? ഞാനല്ല പാടി. എനിക്കറിയത്തില്ല പാടാനും. ശരിയാ. ഇടി പാറക്കുട്ടി നീ കൂടെ ചെല്ലടി. അവർക്ക് കമ്പനി കൊടുക്കടി. പിന്നെ എനിക്ക് പേടിയാവുന്ന അവരുടെ രൂപം തന്നെ കണ്ടിട്ട്. കിങ്ങിണി എല്ലാരും വിളിച്ചിട്ട് വന്നേ. അയ്യ, അമ്മ വിളിക്കുന്നു. എന്താ അമ്മേ? എല്ലാരും ഇങ്ങോട്ടൊന്ന് വന്നേ. ചൂടുവെള്ളം കുടിച്ചിട്ട് പോ. ചൂടുവെള്ളം കുടിക്കുന്നു. മഴ നനഞ്ഞല്ലോ. എല്ലാരും വിളിച്ചിട്ടോ കിങ്ങിണി. ചൂടുവെള്ളം കിട്ടിയ നല്ല ആശ്വാസമായിരിക്കും. ഒന്നാ തണുത്തിരിക്കില്ലയോ? എനിക്ക് ഐസ്ക്രീം മതി.
ബെസ്റ്റ് ഐസ്ക്രീം നിന്റെ അമ്മയുടെ ഇപ്പൊ എനിക്ക് കിട്ടും. അമ്മ എനിക്ക് ഐസ്ക്രീം മതി കേട്ടോ, ചൂടുവെള്ളം വേണ്ട. ആ ഐസ്ക്രീമേ അമ്മ എനിക്ക് 10 കിലോ ഉണ്ടാക്കി വെച്ചേക്കും. ഇങ്ങോട്ട് ഇന്ന് അടുക്കള ചെന്ന് കഴിക്കും. അവന് കിട്ടേണ്ടത് കിട്ടിയപ്പോ മതിയായി. അമ്മ അമ്മ ഒരു കാര്യം അറിഞ്ഞോ? വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരുന്ന അറിഞ്ഞോ? ഏത് ആ മുനമ്പ് കൂട്ടി വെള്ളം ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആ ആന്റി അന്ന് എനിക്ക് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടാവും തോന്നുന്നു. ദൈവമേ ഇനി സാധനം എല്ലാം പറക്കിക്കൊണ്ട് പോകണമല്ലോ ഇനി. അമ്മ ഞങ്ങൾ ചേച്ചിയുടെ പാട്ട് കേട്ടു, നല്ല രസമുണ്ടായിരുന്നു. വെള്ളം പൊങ്ങിയായിരുന്നു അപ്പോഴവന്റെ ഒരു പാട്ട്. അമ്മ അവന്റെ പാട്ടല്ല, ഞങ്ങൾ അതിന്റെ ഒരു ചേച്ചി എങ്കിൽ വെള്ള സാരി കൊടുത്തോണ്ടെങ്കിൽ അതുവഴി പാടിക്കൊണ്ട് നടക്കുന്നുണ്ട് മഴയത്ത്. എപ്പോഴാ? ഇപ്പോഴാണോ? ആരാ കഥയിൽ കൂട്ടുന്നേ? അമ്മമ്മയാണോ? അമ്മമ്മ എങ്ങോട്ട് പോയി? അമ്മമ്മ മോളിൽ പോയി കിടക്കുന്നു. പിന്നെ ആരാണ് കഥയിൽ കൂട്ടുന്നേ? പോയി നോക്കിട്ടോ മോളെ. ആരാ മോളെ? എനിക്ക് ഈ തണുത്ത് വിറയ്ക്കുന്നു. എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണമായിരുന്നു. എന്നെ നകത്തോട്ട് കയറ്റുമോ? അമ്മയോട് ചോദിച്ചിട്ട് വരട്ടെ. മോളെ ഇങ്ങോട്ട് വരാൻ പറ. ആരാ ആന്റി അത്? ആ ആരെന്നറിയത്തില്ല, ആരോ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വന്നേക്കുന്നേ. അമ്മ ഞങ്ങൾ മോളിൽ കൂടെ നമുക്ക് കണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു വെള്ള സാരി എടുത്ത് ചേച്ചി? ആ ചേച്ചിയാ? ആ ചേച്ചിയോ? അയ്യോ എനിക്ക് ആ ചേച്ചി കാണുമ്പോ പേടി വരുന്നു. പാർക്കുട്ടി അങ്ങനെ അതൊക്കെ പറയില്ലേ? ഇല്ല ആളെ കാണുന്നില്ല മോളെ. ഇപ്പൊ വരും അമ്മേ. നിൽക്കുന്ന ചേച്ചി. ഇതുവഴി എങ്ങനെ കയറി? ഈ ഡോറല്ലേ തുറന്നു കൊടുത്തേ, പിന്നെ എങ്ങനെ ആ വഴി വന്നു ചേച്ചി? നിങ്ങൾ ചിലപ്പോ ശ്രദ്ധിച്ചു കാണത്തില്ലായിരിക്കും, ഞാൻ ആ വഴി തന്നെ വന്നത്. സംതിങ് റോങ്. എന്താ വെള്ളം വേണമെന്നാണോ പറഞ്ഞു കുടിക്കാന്? ഞാൻ കുടിച്ചു കുടിച്ചത് അടുക്കള പോയി കുടിച്ചിപ്പോ. അതിപ്പോ ഞങ്ങൾ കണ്ടില്ലല്ലോ. നിങ്ങൾ അത് ശ്രദ്ധിച്ചു കാണത്തില്ലായിരിക്കും. വെള്ളം കിട്ടിയത് ആശ്വാസമായി. ഞാൻ പോട്ടെ എന്നാ. ആ ഈ മഴയായിട്ട് പോണോ? കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് പോ. കുഴപ്പമില്ല കുഴപ്പമില്ല, ഞാൻ പിന്നെ വരാം. ആ എന്താ ശരി ആയിക്കോട്ടെ. നല്ല പാട്ട്. മോളെ അവിടെ നിന്നേ. അവര് പോയി. എന്തിനാണ് ഞാൻ ചേച്ചി ഇങ്ങനെ മഴയത്ത് പാട്ടും പഠിക്കൊണ്ട് നടക്കുന്നേ? ഞാനത് ചോദിക്കാൻ വേണ്ടിട്ടാ വിളിച്ചത്. അപ്പോഴത്തേക്ക് ആ പുള്ളിക്കാരി അങ്ങ് പോയല്ലോ. മഴ എന്തായാലും സൂപ്പർ മഴ തന്നെയാണല്ലോ. ഓ മിന്നിലുണ്ടായിരുന്നു, ഇനിയിപ്പൊ നല്ല ഇടി വെട്ടും. അയ്യോ ഏറ്റ ഇടിയാ വെട്ടിയത്. അല്ല മധുവിന്റെ ശാരദയുടെ വീടല്ലേ ഇത്? അതാരാ വെളി നിൽക്കുന്നത് വെള്ള സാരി കൊടുത്തോണ്ട്? ഒരു കുട പോലും ഇല്ലാതെ മഴ നനയും വന്നില്ല, ഒരു കൂസലും ഇല്ലാതെ. ആരത്? മധുവിന്റെ ഒക്കെ അമ്മയാണോ? അല്ലല്ല മധുവിന്റെ അമ്മയല്ലേ, അവർക്ക് എന്നെ പ്രായമുണ്ടോ? ഇത് കൊച്ചു പെണ്ണാണല്ലോ, ഞാൻ എവിടെയോ കണ്ടു മറന്നിട്ടുണ്ടല്ലോ. അയ്യോ ഇതാ മീനാക്ഷി അല്ലേ നിൽക്കുന്നത്? ഇതെന്താ ഇവരുടെ വീടിന് ചുറ്റിക്കറങ്ങി നടക്കുന്നേ? അവരോട് ചെന്ന് ചോദിക്കട്ടെ എന്താ കാര്യം. എടി പാവം പാർക്കുട്ടിയല്ലേ, അവർ അമ്മ എങ്കിൽ അടി എടുത്തിട്ടല്ലേ കൊണ്ടുപോയി അവളെ. അവളെ നനഞ്ഞ ഡ്രസ് ഇട്ടുണ്ടെന്നുണ്ടല്ലേ അവർ അമ്മ അടി കൊടുത്തോണ്ട് അവളെ കൊണ്ടുപോയത്. ശരിയാ, നനഞ്ഞ ഡ്രസ് മാറാൻ പറഞ്ഞിട്ട് അവള് കേട്ടില്ലല്ലോ, അതാ അവൾക്ക് അടി കിട്ടിയത് അവർ അമ്മയുടെ കയ്യിൽ നിന്ന്. മക്കളെ നിങ്ങളുടെ അമ്മയല്ലേ ഇവിടെ? അയ്യോ ചന്ദ്രമാമനല്ലേ ഇത്? ആ അമ്മയെ വിളിച്ച മോളെ ഇങ്ങോട്ട്. അമ്മേ അമ്മേ എന്താ നിങ്ങളീ? അമ്മേ ചന്ദ്രമാമൻ വിളിക്കുന്നു. ആരാ? അമ്മേ ചന്ദ്രമാമനില്ലേ, ചന്ദ്രമാമൻ മാമൻ വിളിക്കുന്നു. ആ ഞാൻ വരുന്നു. ആ ചന്ദ്രേട്ടനോ? ഞാൻ അടുക്കള കുറച്ച് ജോലിയായിരുന്നു അതാ. എന്താ ചന്ദ്രേട്ടാ മഴയായിട്ട് ഇങ്ങോട്ടൊക്കെ? ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നാ, നിങ്ങൾ പേടിക്കരുത്. എന്ത് വെള്ളപ്പൊക്കത്തിന്റെ കാര്യമാണോ? വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരുന്നുണ്ടെന്നെ പിള്ളേർ പറഞ്ഞു. ഇനിയിപ്പോ ഈ സാധനം എന്നെ മാറ്റേണ്ടി വരുമല്ലോ. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനായി 2ാമത്തെ നില വരെ വെള്ളം കയറിയായിരുന്നു. പിന്നെ ഈ മുറിയിലെ സാധനങ്ങൾ മൊത്തം മുകളിൽ കൊണ്ടുവരുന്നു. ഇനിയിപ്പോ അതുപോലെ ഇനിയിപ്പോ ചെയ്യേണ്ടി വരും ഇപ്പോഴും. ഞാൻ വെള്ളപ്പൊക്കത്തിന്റെ കാര്യമല്ല പറയാൻ വന്നത്. പിന്നെന്താ ചന്ദ്രേട്ടാ? നിങ്ങളുടെ വീടിന്റെ പരിസരത്താണെങ്കിലേ ഒരാളെ ചുറ്റി നടപ്പുണ്ട്. ആ അത് തന്നെ, ആ കാര്യം തന്നെ ഞാൻ പറഞ്ഞു വന്നത്. അത് ആരോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? അയ്യോ പാവം ഒരു പെണ്ണ് പാട്ടും പാടി നടക്കുന്നത്. എന്താന്ന് തലയ്ക്കൊരു അസുഖം വല്ലതും ഉണ്ടോ അറിയത്തില്ല. ഈ മഴയത്ത് പാട്ടും പാടി നടക്കുക. ഓ പാവം കണ്ടിട്ട്. ഇവിടെ എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് വന്നായിരുന്നു. തണുപ്പായിട്ടേ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ ചൂടുവെള്ളം ഞാൻ കൊടുത്തല്ല, കണ്ണ് കയറി കുടിച്ചത് അടുക്കളല്ലേ, ഞങ്ങൾ കണ്ടൊന്നും ഇല്ല. പിന്നെ എന്നിട്ട് അങ്ങ് ഇറങ്ങി പോയായിരുന്നു. അതായെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു മനുഷ്യ സ്ത്രീ അല്ലേ അത്. ചന്ദ്രേട്ടൻ എന്തേ പറയുന്നത്? അവരുടെ പേര് മീനാക്ഷി എന്നാ. അവരാണെങ്കിൽ ഒരു പ്രേതമാ. സത്യമാണോ ചന്ദ്രേട്ടാ പറയുന്നത്? അവരെ കണ്ടപ്പോഴേ പറഞ്ഞു പേടിയാവുന്നത്. ആ അവരുടെ പേര് മീനാക്ഷി എന്നാ. അവരാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വെള്ളപ്പൊക്കത്തിനാണെങ്കിൽ ഒഴിച്ചു പോയതാ. അവിടെ എങ്കിലും മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. അങ്ങ് മലയുടെ മുകളിൽ താമസിക്കുക. നിങ്ങൾക്കാർക്കും അറിയത്തില്ലേ പുള്ളിക്കാരത്തി? അവരെങ്കിൽ അങ്ങ് മലയുടെ മുകളിൽ താമസം. അവിടെ മലവെള്ളപ്പാച്ചിലുണ്ടായപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒലിച്ചു പോയതാ. ഞാൻ അറിഞ്ഞായിരുന്ന സംഭവമൊക്കെ. നിങ്ങളാരും അറിഞ്ഞു കാണത്തില്ലായിരിക്കും. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരിക്കും ഈ പുള്ളിക്കാരിയെ. അയ്യോ അപ്പൊ ആ പ്രേതം ഇവിടെ വന്ന് വെള്ളം കുടിച്ചിട്ട് പോയത്? എനിക്ക് അപ്പഴേ ഡൗട്ട് തോന്നിയായിരുന്നു. ഞാൻ എനിക്ക് കഥ പറഞ്ഞപ്പോ അവർ ഇതുവഴി അല്ല വന്ന് കയറിയത്. അവരാണെങ്കിൽ അപ്പുറം വഴിയാ വന്നത്. അടുക്കള തങ്ങി വെള്ളം കുടിച്ചിട്ട് അതെങ്ങനെയായിരുന്നു? ഞാൻ എപ്പോഴും ആലോചിക്കുകയും ചെയ്തു. മക്കളെ പേടിക്കണ്ട. അയ്യോ ഈ മഴയായിട്ട് ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമ്പോ ചന്ദ്രചേട്ടാ? സ്വാമി ഒന്നും പോയി വിളിക്കാനുള്ള അവസ്ഥയല്ല ഇപ്പോഴും. മഴ വെള്ളം അതിന് ഒഴുകി വരുമല്ലേ ഇങ്ങോട്ട്. വെള്ളം അതിന് ഏറുകയും ചെയ്യും. എനിക്ക് ഈ ആകെപ്പാടെ കുരുക്കായാലും ഇത്. നിങ്ങൾ എല്ലാവരും കൂടെ ഒരു കാര്യം ചെയ്യും, ഒരു മുറിക്കകത്ത് കയറി ഇരിക്കും. ഞാനെന്നാ പോട്ടെ. അയ്യോ വെള്ളം ഇങ്ങനെ കയറിയല്ലോ. അയ്യോ ഞാൻ പെട്ടെന്ന് പോട്ടെ. അയ്യോ അമ്മ ആ മാമൻ അങ്ങ് പോയല്ലോ. നമുക്ക് എത്രയും പെട്ടെന്ന് മോളിൽ പോവാം മോളെ. സാധനം കുറെ പറക്കി മോളിൽ കൊണ്ട് വെക്കണം.
നിക്കട്ടെ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഞാൻ മനഃപൂർവ്വം പ്രേതത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മിക്സിക്കകത്തിട്ട് അരയ്ക്കാൻ വേണ്ടിട്ട്. ആന്റിയുടെ ഒരു അപാര ബുദ്ധി തന്നെ കേട്ടോ. വെള്ളപ്പൊക്കമായിട്ട് നമുക്ക് സ്വാമിയെ വിളിച്ചു വരുത്താൻ പറ്റത്തില്ലല്ലോ. അമ്മ തന്നെ പ്രേതത്തെ വക വരുത്തി. അമ്മാക്കി